ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വീണ്ടും പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ സമവായമുണ്ടായെങ്കിൽ നല്ലത്. പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. DDE നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. യൂണിഫോം നിശ്ചയിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് അധികാരമുണ്ട്. കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന. 2 ദിവസം അടച്ചിട്ട സെന്റ് റീതാസ് സ്കൂൾ ഇന്ന് വീണ്ടും തുറന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂളിൽ എത്തിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡി നടപടികളിലേക്ക് കടക്കാൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നതിൽ തീരുമാനമുണ്ട്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷന്റെ മൊഴിയിൽ വിശദ പരിശോധന നടത്തും. കൃത്യമായി രേഖകൾ സൂക്ഷിക്കാത്തതിൽ ദുരൂഹതയെന്ന് വിലയിരുത്തൽ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഇന്ന് 1 വർഷം. അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന് കുടുംബം. നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ചത് യാത്രയയപ്പ് യോഗത്തിൽ PP ദിവ്യ നടത്തിയ പ്രസംഗം. പേരാമ്പ്ര സംഘർഷത്തിൽ 7 UDF പ്രവർത്തകർ അറസ്റ്റിൽ. കൂടുതൽ അറസ്റ്റിന് സാധ്യത. സ്ഫോടന വസ്തു എറിഞ്ഞത് UDF പ്രവർത്തകരെന്ന വാദത്തിൽ ഉറച്ചു പോലീസ്. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കും. സമാധാന കരാർ ലംഘനം. ഗാസയിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ഡ്രോൺ ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ എറണാകുളം പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ തലത്തിൽ സമവായമുണ്ടായെങ്കിൽ നല്ലതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു കുട്ടിയുടെയും പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീരണമെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, ആ പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവനെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിൻ്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല. ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ചവർ അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലിന് വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവഴി അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. കൊച്ചിയിലെ സെന്റ് റീതാസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ തലത്തിൽ സമവായമുണ്ടായെങ്കിൽ നല്ലതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയം പുറത്തേക്ക് പോകാതെ തന്നെ ഈ അധ്യാപകരും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിലൊരു സമവായത്തിലേക്ക് എത്തിയിരുന്നു. അത് നല്ലതാണ് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നും അതേസമയം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും രക്ഷിതാവ് തങ്ങളുടെ അഭിപ്രായം മാറ്റി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് ഈ അധ്യാപകരുമായി എത്തിയത് നല്ല കാര്യമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതേസമയം വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് സത്യവിരുദ്ധമെന്നായിരുന്നു വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. സ്കൂളിൽ നിന്നും കുട്ടിയെ പുറത്താക്കിയിട്ടില്ലെന്നും ഇപ്പോഴും തങ്ങളുടെ വിദ്യാർത്ഥിയാണെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ആദർശ് മുക്കട ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദർശ്,
ഈ കുട്ടിയുടെ വീട്ടുകാരും അതുമാത്രമല്ല ഈ സ്കൂൾ അധികൃതരും തമ്മിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെയാണ് മന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനവും നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്? അവണി, ഈ ഹിജാബ് വിഷയത്തിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ ഒരു പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താവും സ്കൂൾ മാനേജ്മെന്റും സ്കൂൾ അധികൃതരും ഒക്കെ തമ്മിൽ ഒരു സമവായത്തിലെത്തിയതായിരുന്നു. ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ സമവായത്തിലെത്തിയതിനു ശേഷം PTA പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ഈ സ്കൂൾ അധികൃതരും എല്ലാം മാധ്യമങ്ങളോട് ഇന്നലെ അത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിന് വലിയ തോതിലുള്ള വീഴ്ച സംഭവിച്ചു, സ്കൂൾ അധികൃതർ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിലടക്കം ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് DD വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂൾ അധികൃതർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ, അതായത് ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തുവാനുള്ള വിദ്യാർത്ഥിനിയുടെ അവകാശം ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതർക്കെതിരെ മന്ത്രി രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ സ്കൂൾ അധികൃതരും അതോടൊപ്പം തന്നെ സ്കൂളിന് വേണ്ടി ഉള്ള അഭിഭാഷകയും മാധ്യമങ്ങളെ ആദർശ ദയവായി തുടരുക. ഇപ്പോൾ അഭിജിത്ത് ജെയിൻ തുടരുന്നുണ്ട്. അഭിജിത്ത്, ഈ പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി യു-ടേൺ അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കണ്ടത്. നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടല്ല ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി യു-ടേൺ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ സ്വീകരിച്ചിരുന്ന സമീപനത്തിൽ നിന്ന് മന്ത്രിയുടെ പെരുമാറ്റത്തിലടക്കം പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലും അടക്കം ഒരു മാറ്റമുണ്ട് എന്നതുകൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി തന്നെ എടുത്തു പറയാനും കഴിയുന്നുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ മന്ത്രി സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് സ്കൂൾ അധികൃതരുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലടക്കമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ സ്കൂളുകൾക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി സൂചിപ്പിക്കുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാനേജ്മെന്റിന്റെ താല്പര്യം നടപ്പാക്കുന്ന PTA ആണ് സ്കൂളുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒത്തുതീർപ്പിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്നുള്ള കാര്യമടക്കം മന്ത്രി സൂചിപ്പിക്കുകയുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പരാതിയിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ പ്രശ്നത്തിനെ വഷളാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചിയിലെ പള്ളുരുത്തിയിലെ സ്കൂൾ നേരെ കോടതിയെ സമീപിക്കുമെന്നതടക്കമുള്ള വാർത്തകൾ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ വിഷയത്തിൽ മന്ത്രി പ്രതികരിക്കുന്നത്, കോടതിയെ സമീപിക്കാൻ സ്കൂളുകാർക്ക് അവകാശമുണ്ട്. മാത്രമല്ല, സൗഹാർദ്ദപരമായി ഈ വിഷയം പരിഹരിച്ചെങ്കിൽ അത് നല്ല കാര്യം മാത്രമാണ്. പക്ഷേ സർക്കാർ നയം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം കൂടി മന്ത്രി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. നേരത്തെ ഹൈബിയുടെയും ഒപ്പം DCC പ്രസിഡന്റിനെയും മായി ബന്ധപ്പെട്ടുള്ള വിവാദം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിൽ മന്ത്രി സൂചിപ്പിക്കുന്ന കാര്യം, വിദ്യാഭ്യാസ വകുപ്പ് ഇരുവരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, അത് അവരുടെ കാര്യം മാത്രമാണ്. ഹൈബി MP ആണ്, ചെയ്തത് നല്ല കാര്യമല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുകയാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അടിവരയിടുന്ന ഒരു പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നത് കൂടി ഏറ്റവും ശ്രദ്ധേയമായി തന്നെ നമുക്ക് എടുത്തു പറയാനും കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ മന്ത്രി സ്വീകരിക്കുന്ന സമീപനം, സ്കൂളുകാർ തന്നെ ഈ ഒത്തുതീർപ്പിലൂടെ പ്രശ്നം പരിഹരിച്ചെങ്കിൽ ഹിജാബ് വിഷയത്തിൽ അത് നല്ല കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഹിജാബ് വിഷയം വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സ്കൂൾ തന്നെ നേരെ കോടതിയെ സമീപിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ വാർത്തയായി തന്നെ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ആദർശ് മുക്കട കൂടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദർശ് പറഞ്ഞുകൊണ്ടിരുന്നത് തുടരാം. ആദർശ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആവണി, ചോദ്യം വ്യക്തമായത്. ആദർശിനെ തുടരാം. അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രി എടുത്തൊരു നിലപാട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിച്ചൊരു സമീപനത്തിന് പിന്നാലെയാണ് സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായ നിലയിൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് തങ്ങൾ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. അതായത് ഇത്തരത്തിൽ ഈ സമാനമായ വിഷയത്തിൽ മുമ്പ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങൾ ഹൈക്കോടതികളിൽ നിന്നുമൊക്കെ വന്ന ചില നിരീക്ഷണങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിലേക്ക്
ഉയർത്തിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിഷയങ്ങൾ വേണ്ട വിധത്തിൽ പഠിക്കാതെയാണ് ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നു ഇവിടെ നടന്നത് എന്ന കാര്യം കൃത്യമായി നിരീക്ഷിക്കാതെയുള്ള ഒരു റിപ്പോർട്ടാണ് DD തയ്യാറാക്കിയത്. ഈ വിഷയത്തിൽ അതായത് ഇപ്പോഴും ഈ കുട്ടി തങ്ങളുടെ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണ്, ഇവിടുത്തെ തന്നെ വിദ്യാർത്ഥിയാണ്, ഈ സ്കൂൾ വിട്ടിട്ട് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഹിജാബ് ധരിച്ചെത്തിയ ദിവസവും കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ധരിക്കരുത്, അല്ലെങ്കിൽ സ്കൂളിലെ മറ്റെല്ലാ കുട്ടികളും ധരിക്കുന്ന നിലയിലേക്കുള്ള സ്കൂളിന്റെ യൂണിഫോം പിന്തുടരണമെന്ന നിർദ്ദേശം മാത്രമാണ് കുട്ടിക്ക് നൽകിയത്. അതിനപ്പുറത്തേക്ക് കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടും മറ്റു നടപടികളൊന്നും എടുത്തിട്ടില്ല. കുട്ടിയുടെ രക്ഷകർത്താവുമായി ശരി ആദർശ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിലെ PTA പ്രസിഡന്റായ ജോഷി കൈതവളപ്പിൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോഷി, നോക്കൂ, ഈ DD ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് അത് സത്യവിരുദ്ധമാണെന്നുള്ളൊരു നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? അന്ന് എന്താണ് ശരിക്കും അപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്? റിപ്പോർട്ട് സത്യവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്. കുട്ടിയെ ഒരിക്കലും നമ്മളിവിടുന്ന് പുറത്താക്കിയിട്ടില്ല, പുറത്ത് നിർത്തിയിട്ടില്ല. അപ്പൊ അത് സത്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ്. അപ്പൊ നമുക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് നമ്മള് അതിന് മറുപടി കൊടുക്കണമല്ലോ. കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുന്നത് എവിഡൻസ് സഹിതമാണ്. ഇവിടുത്തെ വിഷ്വൽസ്, കുട്ടി വന്നതും ഇരുന്നതും പോയതുമായിട്ടുള്ള വിഷ്വൽസ് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന റിപ്പോർട്ട് DDയുടെ റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് വിരുദ്ധമെന്ന് സത്യസന്ധമായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇവരുടെ റിപ്പോർട്ട് കളവാണെന്നുള്ളത് 100% തെളിയിക്കുന്ന എവിഡൻസോട് കൂടിയാണ് ഞങ്ങൾ ഈ പറയുന്ന മറുപടി കൊടുത്തിരിക്കുന്നത്. ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് സംസാരിച്ചിരുന്നില്ല? ഈ ഒരു ചർച്ച സമവായത്തിലെത്തിയെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരിക്കലും കുട്ടിയെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ല. മീൻസ് കുട്ടിയെ ഒരിക്കലും ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ല, ക്ലാസ് അറ്റൻഡ് ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ക്ലാസ് കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സംഭവിച്ചത്, ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആരൊക്കെയോ ചേർന്ന് ഈ കുട്ടിയുടെ വീട്ടിലെ സ്ഥലം MP ഇത്രയും ദിവസം ഉണ്ടായില്ല. പക്ഷെ ഇന്നലെ ഈ പറയുന്ന പോലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ വന്നപ്പോഴാണ് സ്ഥലം MP ഇവിടെ വരുന്നത്. MP ആദ്യം പോയത് കുട്ടിയുടെ വീട്ടിലേക്കാണ്. കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്, എനിക്ക് നേരിട്ട് അറിവുള്ളതല്ല. അങ്ങനെ അവിടെ പോയി കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ച് കുട്ടിയുടെ മാതാപിതാക്കളോട് വന്ന് കുട്ടിയുടെ പിതാവ് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരു വിഷയങ്ങൾക്കും ഇല്ല, ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടി എങ്ങനെയാണ് വന്നത് അതിനനുസരിച്ച് കുട്ടി വന്നുകൊള്ളാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുമുണ്ടോ? ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും കൂടെ വന്നിരിക്കുകയല്ലേ? നടപടി നമുക്ക് എല്ലാ നടപടി വരുമ്പോൾ അതിനകത്ത് ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിനുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെയാണോ നമുക്കത് അല്ല എന്ന് തെളിയിക്കേണ്ടല്ലോ, അത് സ്കൂളിന്റെ ബാധ്യതയാണ്. ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കുകയല്ലല്ലോ. നമ്മളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിനും സ്കൂൾ മാനേജ്മെന്റിനും അതുപോലെ PTAക്കും ഉള്ളതാണ്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കും. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് സമീപിക്കുന്നുണ്ട്. അതായത് ഇനി കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണോ ഈ? തീർച്ചയായിട്ടും ഒരു മന്ത്രി ഏകപക്ഷീയമായിട്ടൊരു മാനുവൽ തയ്യാറാക്കി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ കോടതി അല്ലെ ഇവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് മുഴുവൻ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ ലോകത്ത് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള എല്ലാ മാനേജ്മെന്റുകൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രി നടന്ന ഈ ഒരു ഹിജാബ് വിവാദവുമായി നടന്നിട്ടുള്ള ഒരു വിഷയവും കൃത്യമായി പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? ഇല്ല, തീർച്ചയായിട്ടും പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റാരോ എഴുതി കൊടുത്തത് വായിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നില് മന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റായിട്ട് റിപ്പോർട്ട് അവർക്ക് ചെല്ലില്ല അവരുടെ ടൈമിൽ. ഇതിന് പരിശോധിക്കേണ്ടത്
ഇവരാരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് തയ്യാറാക്കിയത്? ഈ തയ്യാറാക്കിയപ്പോ ഇവിടെ വന്ന് ഈ പറയുന്ന ആളുകളുടെ മൊഴി എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒപ്പ് മേടിച്ചിട്ടുണ്ടോ? അവർ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടോ? അവരുടെ മൊഴി ഇന്നതാണെന്നുള്ള വായിച്ചു കേൾപ്പിച്ചിട്ട് ഇതൊന്നും ഇവിടെ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ ഇവരുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥയോട് സംസാരിച്ചതാണ്. അവരെന്നോട് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ വ്യക്തമായി മറുപടി കൊടുത്തു. പക്ഷെ എന്നെ വായിച്ചു കേൾപ്പിക്കുകയോ ഇവരുടെ മൊഴി ഞാൻ പറഞ്ഞിരിക്കുന്ന മൊഴി ഒരു വായിച്ചു കേൾപ്പിക്കുകയോ എന്റെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ സത്യവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ വന്ന് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുന്ന കാര്യം എന്താണ്? അല്ല, രക്ഷിതാക്കളെ അറിയിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷിതാക്കള് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നാൽ ഈ പറയുന്ന പോലെ കുട്ടിക്ക് ഇവിടെ ഞങ്ങള് ഒരു തരത്തിലുള്ള വിലക്കും കൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ വിലക്ക് കൽപ്പിച്ചാലല്ലേ ഉള്ളൂ കുട്ടിയും ഞങ്ങൾ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യമുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ജോഷി കൈതവളപ്പിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധനായ എം ഷാജർ ഖാൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജർ ഖാൻ, നോക്കൂ, അതായത് ഈ പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ നടന്നിരിക്കുന്ന ഒരു സംഭവം ഇതിനെ വർഗീയപരമായി തന്നെ ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ അത് ഒരു അനുനയത്തിലൂടെ തീർക്കേണ്ട വിഷയം അത് ഇത്രത്തോളം ആളി കത്തിച്ചിരിക്കുകയാണ്. അതൊരു വർഗീയ വിഷയമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ കേരള സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഏത് കാര്യത്തെയും ഈ പറയുന്ന വർഗീയമായ ഒരു കാഴ്ചപ്പാടിൽ കാണുക, വർഗീയവൽക്കരിക്കുക, വർഗീയമായ മുതലെടുപ്പ് നടത്തുക. രാഷ്ട്രീയമായിട്ടാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടവും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഇടപെടുന്നത് വളരെ സങ്കുചിതമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ നമ്മളുടെ പൊതുവായി നമ്മളൊരു എടുക്കേണ്ട ലൈൻ ഈ മതപരമായ കാര്യങ്ങൾ, മതപരമായ അനുഷ്ഠാനങ്ങൾ, മതപരമായ വസ്ത്രധാരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പാടില്ല എന്നത് ഒരു സാമാന്യ യുക്തിയും ഔചിത്യവും. ഇപ്പൊ ക്രിസ്ത്യാനികളുടേതായ മറ്റു നടക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേതായ വേഷം ധരിക്കുക, ഹിന്ദുക്കള് പൊട്ട് തൊട്ടും അല്ലെങ്കിൽ വേറെ മറ്റേ വേറെ തരത്തിൽ നടക്കുക എന്നൊക്കെ പറയുന്നത്, അതെല്ലാം അങ്ങനെ വരുമ്പം സമൂഹം വിഭജിക്കപ്പെടുകയല്ലേ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സ്കൂളുകളിൽ, കോളേജുകളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ഒരു കോമൺ വസ്ത്രധാരണം ഉണ്ടാകുന്നതാണ് അഭികാമ്യം. കാരണം ഒരു സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ച്, ഒരു സെക്യുലർ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ആ കാര്യമാണ്. പക്ഷെ മറുഭാഗത്ത് ഒരാളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പം അത് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് മറ്റോ ഭരണകൂടം തീരുമാനിക്കുന്ന സ്ഥിതി വരാൻ പാടില്ല. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള കൈകടത്തലാണ്. അതിനകത്ത് ചില വർഗീയമായ അജണ്ടകൾ അടിസ്ഥാനപ്പെടുത്തി ഭരിക്കുന്നവർ ഇടപെടുന്നു എന്ന പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ദേശീയ തലത്തിൽ ഒരു പ്രശ്നമായിട്ട് മുന്നിലുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ സ്കൂളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്കൂളുകളിലെ യൂണിഫോം സംബന്ധിച്ച്, യൂണിഫോം മാത്രമല്ല സ്കൂളിലെ പൊതുവായി നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിന്റെയോ ജാതിയുടെയോ പ്രത്യേക വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിവിലേജ്ഡ് ക്ലാസിന്റെയോ താല്പര്യപ്രകാരം വേറൊരു രൂപത്തിലെടുക്കുന്നത് ശരിയല്ല. കാരണം ഒരു പൊതുവായ സ്പിരിറ്റിന് നിരക്കുന്നതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് പാലിക്കാൻ എല്ലാവരും ഒരു എടുക്കണം. ഇനി അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്കൂൾ മാനേജ്മെന്റ് ഒരു പ്രത്യേക നടപടി എടുത്താൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടതും ആ ലെവലിലായിരിക്കണം. അതിനെ ഇപ്പൊ നമ്മുടെ കൈവിട്ട് പോകുന്ന മട്ടിലാണല്ലോ ഇതിനെ ഒരു വലിയ സംസ്ഥാനതല ഒരു സാമൂഹ്യ പ്രശ്നമാക്കി, ഒരു സാമുദായിക പ്രശ്നമാക്കി മാറ്റി തീർക്കുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ നിയമാവലിയും വസ്തുതകളും സ്വാമിനെ സംബന്ധിക്കുന്ന സുവ്യക്തമായ ധാരണകളും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ ഓരോ സന്ദർഭത്തിലും ഓരോ പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുമ്പം ചില എന്താ വൈകാരികമായ കാര്യങ്ങൾ, ചില മതപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇലക്ഷൻ പൊളിറ്റിക്സിന്റെ കാര്യങ്ങൾ ഒക്കെ തന്നെ പരിഗണിക്കാറുണ്ട്. അതൊക്കെ മാറ്റിവെക്കണം. എന്താ പറയാ, വളരെ തീരെ വൈകാരികമായിട്ടല്ലാതെ, എന്നാൽ അതേസമയം വളരെ സംവേദനത്തോടു കൂടി ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം. കാരണം ഇതൊക്കെ നിസ്സാരമായ ഒരു കാര്യമാണ് എങ്കിൽ പോലും ആ നിസ്സാരമായ കാര്യത്തെ ഊതിപ്പെരിപ്പിക്കാനും അതിനെ വേറൊരു മാനത്തിലേക്ക് നയിക്കാനും ഒക്കെ കഴിയുന്ന വളരെ വികലമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെ, രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോകുമ്പം വളരെ ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ അവകാശമാണ്. അപ്പോൾ ഒരു കുട്ടി എന്തിട്ട് വരണം ഒരു സ്കൂളിലേക്ക് എന്ന് പറയും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ സ്കൂളുകൾക്ക് അവരുടേതായ നിയമങ്ങൾ എന്തായാലും ഉണ്ടാകും. അത് എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്. എന്നാൽ പോലും ഈ ഒരു വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അവരുടേതായി തന്നെ ഇല്ലേ?
അതെ, തീർച്ചയായിട്ടും ഉണ്ട്, അത് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ ഇപ്പോൾ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും നമ്മളൊരു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പ്രത്യേക യൂണിഫോം യൂണിഫോം തന്നെ വേണമോ, അത് അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അതിനോട് വ്യക്തിപരമായിട്ട് ഞാൻ തീരെ യോജിക്കാത്ത ഒരാളാണ്. പക്ഷേ അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് പൊതുവിൽ നമ്മളിപ്പോൾ ഒരിടത്ത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു 100 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ 100 പേർക്കും കൂടി ഒരു പൊതു തീരുമാനം അവിടെ അത് പലപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഏകപക്ഷീയമായിട്ടും അവർ അവരുടേതായ താല്പര്യപ്രകാരവും യൂണിഫോം ഇന്ന കളർ വേണം എന്ന് അവർ തീരുമാനിക്കുന്നു, അവരടിച്ചേൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ യൂണിഫോം ഇല്ലാതെ വരാം എന്ന നിർദ്ദേശം. അതെല്ലാം ഒരു കാലങ്ങളായി നമ്മുടെ സമൂഹത്തിലെ സ്കൂൾ സമ്പ്രദായത്തിന്റെ ഭാഗമായി പിന്തുടർന്നു വരുന്ന കാര്യമാണ്. പക്ഷെ അതിനോട് നമ്മൾ പൊതുസമൂഹത്തിലെ ആളുകൾ എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതപരമായ ഒരു നിർബന്ധ ബുദ്ധി അത്തരം കാര്യങ്ങൾ എടുത്താൽ അത് ശരി 5 പേരാകട്ടെ 10 പേരാകട്ടെ അല്ലെങ്കിൽ 50 പേരാകട്ടെ, അപ്പൊ ശരി ഇപ്പൊ നാളെ മറ്റു മതത്തിൽപ്പെട്ടവർ അവരവരുടെ വിശ്വാസത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ ഭാഗമായി ഒരു വസ്ത്രധാരണമോ മറ്റെന്തെങ്കിലും ഒരു കാര്യമോ ചെയ്തേ തീരൂ എന്ന് നിർബന്ധം പിടിച്ചാലോ. അപ്പൊ അതുകൊണ്ട് പൊതുവായ കാര്യങ്ങളിൽ നിർബന്ധം പിടിക്കാതിരിക്കുക. വ്യക്തികൾക്ക് വ്യക്തിപരമായ വസ്ത്ര സ്വാതന്ത്ര്യത്തിനും വ്യക്തിപരമായ ഇതിനും അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ മറുഭാഗത്ത് ഈ മാനേജ്മെന്റ് എടുക്കേണ്ടുന്ന കുറച്ചുകൂടി എന്താ പറയാ ഒരു വിദ്യാർത്ഥികളോടും കുട്ടികളോടും അവരുടെ മാനസികാവസ്ഥയ്ക്കും അവരുടെ ഇതിനനുസരിച്ചും എടുക്കേണ്ട സമീപനമുണ്ട്. അവിടെ വളരെ ധാർഷ്ട്യത്തോടു കൂടി എടുക്കുന്ന സമീപനവും നന്നാവില്ല. അത് അവിടെ ചില ഇത് പാലിക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ സ്കൂൾ മാനേജ്മെന്റ് ഓരോ തരത്തിൽ നിർണ്ണയിക്കുകയും നമുക്കിപ്പോ ഇതിനകത്ത് ഏകീകൃതമായി നമ്മുടെ പോലൊരു രാജ്യത്ത് ഏകീകൃതമായി ഒരു സാധനം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല. ഓരോ ഇടത്തെയും സവിശേഷതകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. പക്ഷെ അവിടെ ഈ സമുദായ മൈത്രിക്ക് തടസ്സമുണ്ടാക്കുന്ന അതിന് പോർവേൽക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് മാനേജ്മെന്റും സ്കൂളും തീരുമാനിക്കണം. മത സംഘടനകളും വ്യക്തികളും ഈ കുട്ടികളുടെ പാരന്റ്സും തീരുമാനിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവായ കാര്യങ്ങളിൽ പൊതുവായ രീതി സ്വീകരിച്ചേ പറ്റൂ. അവിടെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് അതിനകത്ത്. പക്ഷെ അതിനെ വർഗീയവൽക്കരിക്കുന്ന അത്തരം കാര്യങ്ങളെ ഒരു സാമുദായികമായ വിഭജനത്തിലേക്ക് നയിക്കുന്ന ഏത് പ്രസ്താവനയും ഏത് നടപടിയും വിമർശന വിധേയമാവുകയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മന്ത്രി വി ശിവൻകുട്ടി ഒരു ധർമ്മസങ്കടത്തിലായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹം അത് എന്താ പറയാ കേരളത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളുടെ അവകാശം തീർച്ചയായിട്ടും ഉണ്ട്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശമുണ്ട്. ആ വിദ്യാഭ്യാസ അവകാശം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. വിദ്യാഭ്യാസം മേധാവിത്വത്തിൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോട് നിൽക്കട്ടെ. പക്ഷെ ഈ കേസിൽ അതൊരു മതപരമായ അവകാശമാണ് എന്ന് ഒരു സെക്യുലർ സൊസൈറ്റിയിൽ മന്ത്രി വാദിക്കേണ്ടതുണ്ടോ എന്ന് മന്ത്രി തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, അവിടെ അതിന്റെ പേരിൽ കുട്ടിയെ പുറത്താക്കുകയോ കുട്ടിക്കെതിരെ നടപടി എടുക്കുകയോ ഒരു മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്വസ്റ്റ്യൻ ചെയ്യണം, തർക്കമില്ല. അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിനോ ഒക്കെ അതിന് അവകാശമുണ്ട്. അതിന്റെ പേരിൽ ഒരാളെയും പുറത്താക്കാൻ മാനേജ്മെന്റ് നടപടി എടുക്കുന്നത് ശരിയല്ല. അത്തരം കാര്യങ്ങളെ വിമർശിക്കുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള അതിനെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ മാനേജ്മെന്റ് ഉൾപ്പെടെ ഇപ്പൊ ഈ മാനേജ്മെന്റ് പ്രതിനിധികളും ഒരു പ്രത്യേക മതത്തിന്റെ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന് ഓർക്കണം. അപ്പൊ അത് വളരെ പ്രധാന. അവർ പിന്നെ അങ്ങനെ ഒരു മതത്തിന്റെ ചിഹ്നം അവിടെ അണിഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങൾ ഇന്ന മതത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടവരാണ്, കന്യാസ്ത്രീകളാണ് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽ ആൾക്കാരാണ് ഇന്ന് മറ്റിൽ അവര് വേഷം ധരിച്ചുകൊണ്ട് വരുന്നതും ശരിയല്ല എനിക്ക് തോന്നുന്നു. കാരണം സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെയോ മതത്തിന്റെയോ ഒരു സിമ്പലും ഒരു സൂചനയും പാടില്ല. അപ്പൊ അതുകൊണ്ട് അത് എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ഒരേപോലെ ബാധകമാണ് എന്നുള്ളത് അവരും തിരിച്ചറിയേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ അതിന്റെ മറുഭാഗം പറയുന്നത്. ഇതിന്റെ രണ്ട് പക്ഷവും അല്ലെങ്കിൽ രണ്ട് ഭാഗവും നമ്മൾ പരിഗണിക്കണം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും ഒരു വിഷയമായിട്ട് വരുമായിരുന്നില്ല. കാരണം സ്കൂൾ അവിടെ എന്താ പറയുക ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള വ്യത്യാസം പോലും ഇല്ല. എല്ലാവർക്കും തുല്യ അവകാശം, തുല്യനീതി, തുല്യ സങ്കല്പങ്ങൾ, മതേതര സങ്കല്പങ്ങൾ, ജനാധിപത്യ ബോധം, അങ്ങനെയുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ
സന്നിവേശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയ്ക്ക് സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. വ്യക്തിയെ വാർത്തെടുക്കുന്നത്, വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, അവരുടെ മനസ്സ് രൂപീകരിക്കുന്നത്. പക്ഷെ ഇപ്പോ ഇത്തരം കാര്യങ്ങളിലൂടെ യഥാർത്ഥത്തിൽ മനസ്സ് വികലമാക്കുക എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ എം ഷാജർ ഖാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. ഈ എറണാകുളത്തെ സ്കൂളിൽ നടന്ന ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. രക്ഷിതാവ് അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും ഈ വിഷയത്തിൽ ഒരു സമവായത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ പിന്നെ മറ്റൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം മാനേജ്മെൻറ്റിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും നടപടി കത്തും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വാർത്തകൾ കൂടി നോക്കുമ്പോൾ പരസ്യ വിമർശനത്തിലും കുത്തുവാക്കുകളിലും മനം നൊന്ത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഇന്നൊരു വർഷം. യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത്. വാവിട്ട വാക്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ മരണവും രാഷ്ട്രീയ നേതാവിന്റെ പതനവുമാണ് ബാക്കിയാക്കിയത്. 2024 ഒക്ടോബർ 14 വൈകിട്ട് 4 മണിക്ക് സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ ADM നവീൻ ബാബുവിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ യാത്രയപ്പിലേക്കാണ് ക്ഷണമില്ലാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും. രാത്രി 8:45 മലബാർ എക്സ്പ്രസിൽ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയെങ്കിലും ട്രെയിനിൽ കയറിയില്ല. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ എത്തിയപ്പോൾ നവീൻ ബാബുവിനെ മരിച്ച നിലയിലാണ് കണ്ടത്. യാത്രയപ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്ങും പടർന്നിരുന്നു. രണ്ടാം നാൾ CPM നേതാവ് കൂടിയായ PP ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതിഷേധം പിന്നെയും കനത്തു. സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദിവ്യ രാജിവെക്കുകയും ചെയ്തു. ഒക്ടോബർ 29 മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ PP ദിവ്യ പോലീസിൽ കീഴടങ്ങി. രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടെ സംരക്ഷണം അവസാനിപ്പിച്ച് നവംബർ 7 PP ദിവ്യക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നു. അതിന്റെ പിറ്റേന്ന് ജാമ്യം കിട്ടിയപ്പോൾ പാർട്ടിക്കാർ തന്നെ ജയിലിന് മുന്നിൽ സ്വീകരിക്കാനെത്തി. ചെങ്ങളിയായിലെ പെട്രോൾ പമ്പിന് അനുമതി ലഭിക്കാനായി നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന പ്രതിരോധവുമായി സംരംഭകനായ TV പ്രശാന്തൻ തുടക്കം മുതൽ രംഗത്ത് വന്നിരുന്നു. അതിലൂന്നി പിന്നീട് PP ദിവ്യ പ്രതിരോധം ശക്തമാക്കി. ADM കൈക്കൂലി വാങ്ങിയെന്ന TV പ്രശാന്തന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ A ഗീതയുടെ റിപ്പോർട്ടിലും വിജിലൻസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ റിപ്പോർട്ടിലും പറയുന്നു. ഇതാണ് കുടുംബത്തിന്റെ പിടിവള്ളി. കുടുംബം പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷിച്ചില്ലെന്ന് പരാതിയിലാണ് കുടുംബത്തിനുള്ളത്. പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ പരിധിയിലുണ്ടെന്ന്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അതിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല, അഥവാ അന്വേഷിച്ചിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവർ കുറ്റപത്രം സമർപ്പിച്ചതെന്നും ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞങ്ങൾ നക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് 13 പോയിന്റുകൾ, അതെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അതേ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിനിയും വീണ്ടും വാദം കേൾക്കാൻ അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക കോടതി. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്നാണ് പ്രതിഭാഗത്തിന്റെ അവകാശവാദം. തലശ്ശേരി അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. വിരമിക്കാൻ 7 മാസം മാത്രം ബാക്കി നിൽക്കെ കുത്തുവാക്കിനാൽ മനംനൊന്ത് മരണത്തിലേക്ക് നടന്നുപോയ നവീൻ ബാബു നീറുന്ന ഓർമ്മയാണ്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.